പുതിയ സർക്കാർ അധികാരത്തിലെത്തി. സർക്കാർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ, വയനാടിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടാകുന്നു, അത് കഴിഞ്ഞ് മിന്നൽ പ്രളയം ഉണ്ടാകുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതൊക്കെ വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൊട്ടിട്ടുണ്ടോ, തൊട്ട വിഷയങ്ങളെല്ലാം വിവാദമായി എന്ന് വേണം പറയാൻ. പക്ഷെ അടുത്ത ദിവസം തന്നെ നമുക്കറിയാം, അന്ന് മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാകുന്നു. എന്നിട്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നത്. ദിവസം ഓരോ വിവാദം കൊണ്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ, 1-2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നൽകും. ചോദിച്ചവരുടെ എല്ലാം വായടപ്പിക്കുന്ന തരത്തിലുള്ള, നമുക്ക് തന്നെ അറിയാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ക്യാപ്സ്യൂളുകൾക്ക് അപ്പുറത്തേക്ക് അടിച്ചമർത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ പോലും താൽക്കാലിക ആശ്വാസത്തിനുള്ളതൊക്കെ മുഖ്യമന്ത്രി തന്നെ തരുന്ന ഒരു രീതിയാണ്. അതോടുകൂടി അത് കെട്ടടങ്ങും. ഇപ്പോ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ 2 ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത്. ഒന്ന്, അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു വിരുന്നിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതും ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളത്. 2 വിവാദങ്ങളാണ് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രളയ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടിണി കിടക്കുകയായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു എന്ന്. എല്ലാ തവണയും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടായി മാധ്യമങ്ങളെ കാണുമ്പോൾ, കഴിഞ്ഞ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തില്ലേ, കഴിഞ്ഞ മുഖ്യമന്ത്രി ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്തില്ലേ, പിന്നെ എനിക്ക് കൈകാര്യം ചെയ്താൽ എന്താണ്, കഴിഞ്ഞ മുഖ്യമന്ത്രി, അങ്ങനെ കഴിഞ്ഞ മുഖ്യമന്ത്രിയെ വെച്ച് കമ്പയർ ചെയ്യാനല്ല ജനപ്രതിനിധി ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കിയത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ചെയ്തതൊക്കെ അതേപടി ആവർത്തിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അന്ന് ആഹാരം കഴിച്ചു അതുകൊണ്ട് ഞാനും ഇന്ന് ആഹാരം കഴിക്കുന്നു, അദ്ദേഹം ഹെലികോപ്റ്റർ പോയതുകൊണ്ട് ഞാനും ഇന്ന് പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെലികോപ്റ്ററിന്റെ വിഷയത്തിലൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ എടുത്ത നിലപാട് എന്തായിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്, PM ശ്രീയിൽ അന്നെടുത്ത നിലപാട് എന്ത്, ഇന്നെടുത്ത നിലപാട് എന്ത്. അപ്പൊ കഴിഞ്ഞ മുഖ്യമന്ത്രിയെ വെച്ച് താരതമ്യം ചെയ്യുന്നതും, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ട എന്ന് ദേഷ്യത്തോടെ കോപത്തോടെ പറയുന്നതും, കോപത്തോടെ പറഞ്ഞിട്ട് ഞാനും പച്ചയായ ഉത്തരമില്ലാത്തപ്പോ കോപത്തോടു കൂടി പറയുകയും, ഞാനും മനുഷ്യനല്ലേ, എനിക്ക് ദേഷ്യവും സങ്കടവും സന്തോഷവും വന്നാൽ ഞാൻ അതുപോലെ എക്സ്പ്രസ് ചെയ്യണ്ടേ, അതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ സ്വന്തമായി ഉത്തരമില്ലാതിരിക്കുമ്പോൾ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന രീതി ശരിയല്ല. ഇതിനു മുൻപ് പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED വന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടിയില്ല, ഞാനിത് ആസ്വദിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് എവിടം വരെ പോകുമെന്ന് നോക്കിയതാണെന്ന്. ഒരു ദുരന്തം വന്ന് 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. ഇപ്പോൾ ആസ്വദിക്കാനുള്ള സമയമല്ല, ജനങ്ങൾക്ക് തോന്നണം ജനങ്ങൾക്കൊപ്പം ഈ മുഖ്യമന്ത്രി ഉണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ ആ സമയത്ത് കാണണമായിരുന്നു. 48 മണിക്കൂർ അഥവാ 2 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ആസ്വദിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാതെയാകും. ഇപ്പോഴും പറയുന്ന ന്യായീകരണങ്ങൾ സതീശന് തന്നെ തുണയാകില്ല. അത് സതീശനെ ഓർക്കുക തന്നെ വേണം. അതിലൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കാലം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇത് സതീശനെതിരെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ആരോപണങ്ങൾ വന്നിരുന്നത്. വേറൊരു നേതാവിനെ അത്ര ഇതാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒക്കെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി തനിയെ വന്നിരുന്ന് അതിൽ പത്രസമ്മേളനം നടത്തി അതിനകത്ത് തിരിച്ച് മറുപടി പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ട് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ആരാണോ ആരോപിക്കുന്നത് അവരുടെ വായടപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമ്പോൾ ജനങ്ങളും വിചാരിച്ചു സതീശൻ പറയുന്നതിൽ കറക്റ്റാണ്, സതീശൻ പറയുന്നതിൽ ശരിയുണ്ട് എന്നുള്ളത്. അതിങ്ങനെ പോയി വന്നു. അപ്പോഴും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ സർക്കാരിനെ ജനങ്ങൾ എത്ര നാൾ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് വെറുപ്പ് തുടങ്ങുക എന്നുള്ളൊരു സംശയം നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത്, എല്ലാ കാലവും വി.ഡി. സതീശനെ ജനങ്ങൾ പിന്തുണയ്ക്കുകയില്ല, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും സതീശനും എന്ത് പറയുന്നതും കേട്ടു നിൽക്കാനൊന്നും ജനങ്ങൾ ഇവിടെ ഒരിക്കലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം പിന്തുണച്ചിട്ട് ശേഷം പുതിയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സതീശന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനവസരത്തിലുള്ള അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ കൃത്യമായ ഉത്തരമല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ സർക്കാർ പിണറായി വിജയൻ ചെയ്തില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ആരോപണം, ആഹാരം കഴിക്കില്ലായിരുന്നു, പട്ടിണി കിടന്നുകൊണ്ടാണോ ചെയ്തത്, അത് ഒരു ശരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു മറുപടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത്. ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ല വേറൊരു പരിപാടിയിലാണെങ്കിൽ അതൊക്കെ അതിനെ കുറിച്ച് പറയാം. പക്ഷെ അപ്പോൾ മറ്റേ മുഖ്യമന്ത്രി അങ്ങനെയായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. മക്കളെ താരതമ്യം ചെയ്യല്ലേ, മറ്റേ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, എന്റെ മകൻ എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിക്കുന്ന അതേ ബാലിശമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് ശരിയായ കാര്യമല്ല, നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, മുഖ്യമന്ത്രി പറയുന്നു മലബാറിൽ ആഹാരം കഴിക്കാൻ പോയാൽ, അവിടെ ചായ കുടിക്കാൻ പോയാലും വലിയ രീതിയിലുള്ള സൽക്കാരം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും
ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് മുഖ്യമന്ത്രി ആ ദുരന്ത സ്ഥലത്ത് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്ന് അത് മുഖ്യമന്ത്രി സ്വയം ചോദിക്കേണ്ടതാണ്. ഞാൻ എല്ലാവരുമായി കോൺടാക്ട് ചെയ്തു, എല്ലാവരെയും വിളിച്ചു, കളക്ടർമാരെല്ലാവരെയുമായി ബന്ധപ്പെട്ടു. അപ്പൊ അവരോട് ഞാൻ എത്തണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചാർട്ട് ചെയ്ത പരിപാടിയുമായി മുന്നോട്ട് പോയി. പക്ഷെ അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് ശരിയല്ല. ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായി, കുറെ മനുഷ്യർ ആ ദുരന്തത്തിൽ, പ്രത്യേകിച്ച് തെക്കോട്ടുള്ള ജില്ലകളിലെ പല ജില്ലകളും വെള്ളത്തിലായി. അവിടെയുള്ള MLA-മാരും മറ്റു മന്ത്രിമാരും അത്രത്തോളം അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പോകണമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ സൽക്കാരം ഒഴിവാക്കണമെന്നായിരുന്നു ഒരു അഭിപ്രായമാണ്. അതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എത്തിച്ചേരാനുള്ള പ്രത്യേക മാർഗം ഇപ്പോൾ ഉണ്ട്, ഹെലികോപ്റ്ററുകൾ ഉണ്ട്, അതിന് വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളൊരു വിവാദം വേറെ കിടക്കുന്നു, അത് അവിടെ കിട്ടെ. അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ വൈകി, അല്ലെങ്കിൽ കോഴിക്കോട് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ അപ്പൊ തന്നെ തിരിക്കണ്ടേ അങ്ങോട്ട്, അതുപോലും ചെയ്യുന്നില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ല, അതിന് പോലും മുഖ്യമന്ത്രി പറയുന്ന ന്യായീകരണം, അവരെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു വരണ്ട എന്ന്. പക്ഷെ എന്നോട് വരണ്ട എന്ന് പറയുമ്പോൾ ഇതൊരു ചടങ്ങല്ലല്ലോ. ഇത്രയും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി വരേണ്ടത് മുഖ്യമന്ത്രിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ മുഖ്യമന്ത്രി അത് കാണിച്ചിട്ടില്ല എന്നുള്ളത് കാര്യം മുഖ്യമന്ത്രി തന്നെ, അതൊക്കെ ആത്മപരിശോധന നടത്തേണ്ട കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം VD സതീശൻ പറഞ്ഞു വെച്ചതും അല്ലെങ്കിൽ മറുപടി പറയും, തട്ടിന് മുട്ട് മറുപടി പറഞ്ഞതൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് VD സതീശന്റെ മറുപടി തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി, എന്റെ ഒരു അഭിപ്രായമാണ്, ഈ ദുരന്തമുണ്ടായി അല്ലെങ്കിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്നു, പല സ്ഥലത്തും പല ജില്ലകളിലും അതിശക്തമായിട്ട് ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം, അതിശക്തമായ മഴ നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ, ഈ ജില്ലകളിൽ ഇത്ര ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, ഇത്തരം രീതിയിലാണ് ജില്ല മുന്നോട്ട് പോകുന്നത്, മഴക്കെടുതിയാണ്, കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള മര്യാദ മുഖ്യമന്ത്രി കാണിക്കണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ്, ഈ സർക്കാർ നമ്മുടെ കൂടെയുണ്ട്, ഇത് നമ്മുടെ സർക്കാരാണ്. എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ LDF സർക്കാരിന്റെ കാലത്ത്, കോവിഡിന്റെ തുടക്കകാലത്ത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഒരു വാർത്ത, പിന്നീട് നമുക്കതൊരു മടുപ്പായി തുടങ്ങി. കാര്യങ്ങൾ നമുക്ക് എന്താണ് കാത്തിരിക്കുമായിരുന്നു, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. 48 മണിക്കൂർ കഴിഞ്ഞാണ് മാധ്യമങ്ങൾ അദ്ദേഹം കാണുന്നത്. അത് ശരിയായ കണ്ടിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് ഈ ഹെലികോപ്റ്റർ വിവാദത്തിന്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ വിവാദത്തിന്റെ സംഭവത്തിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഫുള്ള് ധാർഷ്ട്യത്തോടു കൂടി തന്നെ ഇന്നലത്തെ ഇവിടെ കയറിയിരുന്ന് പ്രസംഗിക്കുക. എന്നാലും ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചോ, എന്നാൽ നിങ്ങൾ ഇവിടെ കയറിയിരുന്ന് പ്രസംഗിക്കുക എന്നുള്ള ഒരു മറുപടി പറഞ്ഞത്. അയാൾ ചോദിച്ചതിന് മറുപടി ഇല്ല, അപ്പോ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. വിഷയത്തിൽ പ്രത്യേകിച്ച് എന്താണ് പറയേണ്ടത്? പിന്നെ ഹെലികോപ്റ്റർ, ഞാൻ പറയുന്നത്, ഒരു സംസ്ഥാനത്തിന് ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അത് വലിയ മോശം കാര്യമൊന്നുമല്ല. നമുക്ക് കാര്യം അത്യാവശ്യമായി പല സ്ഥലത്തും ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. കാര്യം നമ്മുടെ ഒരു സ്ഥിതി വെച്ചിട്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ചിട്ട് എപ്പോ എവിടെ ദുരന്തം ഉണ്ടാകും നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ വയനാട്ടിലായാലും ഇപ്പൊ മഴ വന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ, മിന്നൽ പ്രളയമാണല്ലോ ഉണ്ടായത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഹെലികോപ്റ്റർ വേണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇടത് സർക്കാർ ഇരിക്കുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം വിമർശിച്ചിട്ട് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് കൊള്ളാം എന്ന് പറയുന്ന രീതി ശരിയല്ല. ഞാൻ ഒരാളെ കാണാൻ പോയതാണ്, അത് മാറ്റിവെക്കാൻ പറ്റാത്ത മീറ്റിംഗ് ആയിരുന്നു, പോയ വഴിക്ക് ഞാൻ എന്റെ അമ്മായി അച്ഛനെ കൂടി അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനെ കൂടി കണ്ടു എന്ന് പറയുന്നത് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ കിടക്കുന്ന സമയത്ത് ഈ ന്യായീകരണങ്ങളൊന്നും ശരിയല്ല. അച്ഛന് പോയെന്നുള്ള ഒരു ന്യായീകരണം പുള്ളി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു കാണല്ലോ. അത് വേറൊരു ഇൻവെസ്റ്റർ കൊച്ചിയിൽ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാൻ ആ സമയത്ത്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ കണ്ടിട്ട് വന്ന ആളാണ് ഇവിടെ വരുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റർ എവിടെയാണോ ഉള്ളത് വെച്ചാൽ അവിടേക്ക് മുഖ്യമന്ത്രി പോവുകയാണ്. മുഖ്യമന്ത്രി കാണുന്നിടത്ത്, അതാണ് ഒരു വിമർശനം വരുന്നത്. മുഖ്യമന്ത്രി ഉള്ളിടത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് വരുന്നതിന് മുമ്പ് ആരാണെന്ന് പറയാൻ പറ്റിയില്ല. മുഖ്യമന്ത്രി ഉള്ളിടത്തേക്ക് ഇൻവെസ്റ്റർ വരുന്നത് അതൊന്നും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. ആരാണോ ഉള്ളത്, എവിടെയാണുള്ളത്. ഇതിനു മുമ്പ് അദാനിയെ കാണാൻ പോയതൊക്കെ, സ്വകാര്യമായിട്ട് പോയതിന്റെ ഒക്കെ വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ ഇൻവെസ്റ്റർ ആരാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു, അതിന്റെ കൂട്ടത്തിൽ അവിടെ പോയി കാണാന്നൊക്കെയുള്ള കുറെ തട്ടുമുട്ട്, എന്നാലും അവിടെ ഇവിടെയും തൊടാത്ത ഒരു ന്യായീകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, VD സതീശൻ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതിങ്ങനെ കുറച്ചു കാലം നിലനിർത്തി കൊണ്ടുവന്നു. കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കണം. കാരണം പാർട്ടിയിൽ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന വിവാദമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. VD സതീശനെതിരെ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ വരുന്നു, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുന്നു. പലതും അദ്ദേഹം തന്നെയാണ് വിവാദമാക്കിയത്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ മറുപടി, ഇതൊക്കെ തന്നെയാണ് വിവാദത്തിന്റെ അങ്ങറ്റത്ത് കൊണ്ട് എത്തിച്ചതെന്ന് പറയുമ്പോഴും പല MLA-മാരോടും നമുക്കൊരു സ്നേഹം തോന്നുന്ന
പല മന്ത്രിമാരോടും നമുക്ക് ബഹുമാനം തോന്നുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് പറയാതെ പോകരുത്, അല്ലെങ്കിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ വിഷ്ണുനാഥ് ആയാലും സിദ്ദിഖ് ആയാലും ചാണ്ടി ഉമ്മനായാലും അബിൻ വർക്കി ആയാലും അവരൊക്കെ അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് വി ഡി സതീശനെതിരെ ആരോപണം പറയുന്നവർ, അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല സർക്കാർ, അത് വി ഡി സതീശനെ മാത്രം നോക്കിയിട്ടല്ല വിലയിരുത്തേണ്ടത്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് കൂടി വിലയിരുത്തേണ്ട ഒരു സമയമാണ്. ഇതൊന്നും വേണ്ട, സതീശൻ എന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ വി ഡി സതീശൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഇരിക്കുന്നത്. പിണറായി വിജയനാണ് ഇതൊക്കെ കാണിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് കാണാം.